മുട്ടിയെ മുട്ടിയെ എടി അന്താ കേട്ടോളെ ഇവിടെ എന്നാ എന്തേ ഇത് കണ്ടേ പറച്ചോനെ നിങ്ങൾ ഇതിട്ടിട്ട് എവിടെ പോയിന്? അന്റെ തലയില് നീ കവുന്നായിരുന്നു മുങ്ങിക്കൊള്ളിയല്ലായിരുന്നു കൂടി. അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് നീച്ചു പോയിട്ട് ഇപ്പൊ കുറ്റൊക്കെ എന്റെ കുറ്റാണ്ടേ എന്റെ തറവാട് ഏതാ എനിക്ക്? നിങ്ങളെ തറവാട് ഏതാന്ന് ഇച്ചറിയാം, പക്ഷെ കോഴിക്കും കാക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണെങ്കിൽ വലിയ വടിയും തല്ലാന്ന് പറഞ്ഞമാർക്ക് പച്ചമീല ഞാൻ കൂട്ടുന്നില്ല. ഉണക്കമീൻ മതിയോ? ഉണക്കമീനുണ്ട്, ഞങ്ങളുടെ തറവാട്ടേരെ ഉണക്കമീൻ കൂട്ടി കൂട്ടുന്നില്ല. ചിലക്കാതെ പോയി മീൻ വാങ്ങി കൊടുത്തേക്ക്. ബാക്കിയുള്ള ഓണത്തിന് പുട്ടുണ്ടാക്കാൻ തേങ്ങ കട്ട പിടിച്ചിട്ട് വെച്ചാ ഇതൊക്കെ ഞാൻ കാണിച്ചാൽ ഈ ഓണത്തിന്റെ അടിയിൽ ഞങ്ങളൊരു പുട്ടും കച്ചവടം. പിന്നെ പുട്ടുണ്ടാക്കും മിനിക്കുമാറുണ്ടാക്കി. അതാണ് പള്ളി പോയി പറഞ്ഞത്. ഇത് ഇച്ചെന്നാലും പുട്ടുപൊടിയുള്ളൂ. പുട്ടുപൊടിയാണ് ഞങ്ങൾക്ക് പ്രശ്നം. നല്ല റംലാസിന്റെ സ്റ്റീമഡ് പുട്ടുപൊടി ഉണ്ട് എന്റെ അടുത്ത്. റമിലായാലും കുട്ടി ഇതേപോലെ കട്ട പിടിച്ചൂലേ? ഇല്ല, ഇതാകുമ്പോ നിങ്ങൾക്ക് കട്ട പിടിച്ച പേടി മേടിച്ചണ്ട. അതെ ഗൈസ്, ഇതാണ് റംലാസിന്റെ സ്റ്റീമഡ് പുട്ടുപൊടി. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് ഒട്ടും കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാം. പിന്നെ മറ്റുള്ള പുട്ടുപൊടിയിൽ നിന്ന് റംലാസിന്റെ പുട്ടുപൊടി വ്യത്യസ്തമാകാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. കൃത്യമായ ടൈമിലും ടെമ്പറേച്ചറിലും സ്റ്റീം ചെയ്തെടുത്തുള്ള പൊടിയാണിത്. പിന്നെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഹൈജീനിക് പാക്കിങ്ങിലൂടെ വന്നിട്ടുള്ള റംലാസിന്റെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് റംലാസ് പുട്ടുപൊടി. പിന്നെ ഇവരെ പുട്ടുപൊടിനെ കൊണ്ട് ഉണ്ടാക്കിയ പുട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാലും സോഫ്റ്റ് ചെയ്യാറും.